അത്യന്തം കഠിനമായ ത്യാഗോജ്ജലമായൊരു ദൗത്യവുമായിട്ടാണ് മക്കയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. വലിയ വെല്ലുവിളിയായിരുന്നു മക്കയിൽ നിവാസികൾക്കിടയിൽ, സഹജീവികൾക്കിടയിൽ, സഹപ്രവർത്തകർക്കിടയിൽ പ്രവാചകനെ കാത്തിരുന്നത്. 6-ാം നൂറ്റാണ്ടിലെ മക്ക എന്ന് പറയുന്നത് ഭീതിപ്പെടുത്തുന്ന ഒരുപാട് കഥകൾ കൊണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ കൊണ്ട്, സംസ്കാരങ്ങൾ കൊണ്ടൊക്കെ അപകടം നിറഞ്ഞതാണ്. മനുഷ്യർ കറുത്തവനും വെളുത്തവനുമായി തമ്മിൽ തല്ലിയ കാലമാണ്. ഗോത്രങ്ങളും കുലജാതി യുദ്ധങ്ങളും അതിശക്തമായി നിലനിൽക്കുന്ന സമയമാണ്. ഗോത്രങ്ങൾ തമ്മിൽ പരസ്പരം പോരടിക്കുന്ന കാലമാണ്. സ്ത്രീക്കും കറുത്തവനുമൊക്കെ അവകാശങ്ങളും അസ്തിത്വവുമില്ലാതെ അലയുന്നൊരു കാലത്താണ് പ്രവാചകൻ മക്കയിലേക്ക് പ്രബോധനവുമായി കടന്നു വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നുബുവത്തിനെ, തൻ്റെ വിശ്വാസത്തിനെ, പ്രവാചകത്വത്തിനെ വെളിപ്പെടുത്തിയ സമയത്ത് ആദ്യഘട്ടത്തിൽ വളരെ അപൂർവം മനുഷ്യരാണ് വിശ്വസിച്ചത്. പ്രവാചക കുടുംബത്തിൽ നിന്ന് തന്നെ വലിയ എതിർപ്പുകളുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ മറ്റു കുറച്ച് ആളുകൾ വിശ്വസിച്ച സമയത്ത് ആദ്യഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ച ചുരുക്കം ആളുകളിൽ ഒരാളായിരുന്നു ബിലാൽ ബിൻ റവാഹ എന്ന് പറയുന്ന സ്വഹാബി. ബിലാൽ ബിൻ റവാഹ റളിയല്ലാഹു അൻഹു പ്രവാചകനെ വിശ്വസിച്ചത് വലിയൊരു കഥയാണ്. ബിലാൽ ബിൻ റവാഹ റളിയല്ലാഹു അൻഹു അന്ന് ഉമയ്യദ് ബിൻ ഖലഫ് എന്ന് പറയുന്ന മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധിക്കാരിയുടെ, ഒരു മുശ്രിക്കിൻ്റെ അടിമയാണ്. മനുഷ്യരെ അടിമയെന്നും ഉടമെന്നും മനുഷ്യരെ ചന്തയിൽ വിൽപ്പനയ്ക്ക് വെക്കുന്ന കാലമാണ്. കറുത്ത കാപ്പിരിയായ ബിലാൽ ഉമയ്യദ് ബിൻ ഖലഫിൻ്റെ അടിമയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ കുറിച്ച് അറിയുന്നതും വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും ഇസ്ലാം സ്വീകരിക്കുന്നതും. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വിശ്വാസത്തിൽ നിന്ന് പിന്മാറ്റാൻ ഉമയ്യദ് ബിൻ ഖലഫ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അതിശക്തമായി ആക്രമിക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കഥ പോലെ ചുട്ടുപൊള്ളുന്ന മണലിൽ ബിലാലിനെ കിടത്തി തൻ്റെ നെഞ്ചത്തേക്ക് കരിങ്കൽ എടുത്തു വെച്ചിട്ട് പൊള്ളിച്ചും അതിക്രൂരമായി ചാട്ടവാറടിച്ചും ബിലാലിനെ നിരന്തരമായി ആക്രമിക്കുമ്പോഴും തകരാത്ത വിശ്വാസത്തിൻ്റെ കരുത്തുമായി അല്ലാഹു അക്ബർ എന്ന് ബിലാൽ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉമയ്യദ് ബിൻ ഖലഫ് ബിലാലിനെ ആക്രമിക്കുന്ന സ്ഥലത്തുകൂടെ, സമീപത്തുകൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു പോവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് അത്യാവശ്യം നല്ല സമ്പത്തിനുടമയാണ്, അത്യാവശ്യം സാമ്പത്തിക രംഗമുള്ള ആളാണ്. ഈ അക്രമം കാണാൻ കഴിയാതെ, സഹിക്കവയ്യാതെ ഉമയ്യദ് ബിൻ ഖലഫിൻ്റെ അക്രമം അതിശക്തമായ സമയത്ത് കണ്ടു നിൽക്കാൻ കഴിയാതെ അബൂബക്കർ സിദ്ദീഖ് ഉമയ്യദ് ബിൻ ഖലഫിനോട് ചോദിക്കുകയാണ്, ഈ ബിലാലിനെ മോചിപ്പിക്കാൻ നിനക്ക് എത്ര പൈസ വേണം? നീ ഒരു 10 ദിനാറെങ്കിലും തന്ന് കൊണ്ടുപോയിക്കോ ഈ അടിമയെ. തീരെ വിലയില്ലാതെ, വില കൽപ്പിക്കാതെ എന്തെങ്കിലും തന്ന് കൊണ്ടുപോയിക്കോ എന്ന രൂപത്തിൽ ഉമയ്യദ് ബിൻ ഖലഫ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ആ 10 ദിനാർ നൽകി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖുൽ അക്ബർ മോചിപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് ഇസ്ലാമിൻ്റെ വിശുദ്ധമായ വെളിച്ചം ബിലാലിനെ തഴുകി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കറുത്ത ഇരുട്ടിൽ ഉമയ്യത്തിൻ്റെ അക്രമമേറ്റ് മാംസം പുറത്ത് ചാടിയ രീതിയിലുള്ള മേനി കാണാതിരിക്കാൻ പ്രവാചകൻ്റെ അടുത്തേക്ക് രാത്രിയിൽ വന്ന ബിലാൽ, ആ ബിലാലിനെ മനോഹരമായി ചേർന്നു നിന്ന് കെട്ടിപ്പിടിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്താണ് ബിലാൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, എന്നെ പെറ്റുമ്മ എന്നെ ചേർത്തു നിർത്തിയതിന് ശേഷം മറ്റൊരാളും എന്നെ ചേർത്ത് നിർത്തിയിട്ടില്ല, അത് പ്രവാചകനാണെന്നാണ്. അങ്ങനെ ചേർത്തു നിർത്തിയ ബിലാൽ പിന്നീട് ലോകത്ത് ഇസ്ലാമിൻ്റെ മുഅദ്ദിനായി, ബാങ്ക് വിളിക്കുന്ന ആളായി, ഇസ്ലാമിൻ്റെ അടയാളങ്ങളിലൊന്നായ ബാങ്ക് വിളിക്കുന്ന ഒരാളായി, മുഅദ്ദിനുകളുടെ നേതാവായി അറിയപ്പെടുകയാണ്. പ്രവാചകൻ നടത്തിയ മനോഹരമായ ആ പരാമർശം, ആ മാറ്റം വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ ഇസ്ലാമിൻ്റെ ശബ്ദം മുഴക്കാൻ ബിലാലിനെ പ്രവാചകൻ നിയോഗിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കഥയാണ്. ഏറ്റവും അവസാനം മക്ക കീഴടക്കിയ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ മുകളിൽ കയറി നിന്നിട്ട് ഒരാൾ ബാങ്ക് വിളിക്കണം. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അലി ആഗ്രഹിക്കുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആഗ്രഹിക്കുന്നു. പാരാവാരം പോലെ ഒഴുകിക്കിടക്കുന്ന സഹാബത്ത് മുഴുവൻ പ്രവാചകൻ എന്നെ വിളിക്കുമെന്ന് കരുതി ആഗ്രഹിക്കുന്ന സമയത്ത് പ്രവാചകൻ വിളിച്ചത് ബിലാൽ